നമസ്കാരം. ഇന്ന് ഒരു സംഗിണിയുടെ വിവരക്കേട് മാധ്യമങ്ങളിൽ നിന്ന് ശ്രദ്ധയിൽപ്പെട്ടു. ആൾ മറ്റാരുമല്ല, ഇന്ത്യയിലെ ഏറ്റവും വലിയ നടി താൻ തന്നെയാണെന്ന് സ്വയം ചിന്തിക്കുന്ന ഒരു സംഗിണിയായ കങ്കണ എന്ന് പറയുന്ന ഹിന്ദി നടിയാണ്. ഇത്തവണ അവർ മത്സരിക്കുന്നത് ഹിമാചൽ പ്രദേശിലെ മാണ്ഡി ലോക്സഭാ മണ്ഡലത്തിൽ നിന്നാണ്. അവരൊക്കെ വിജയിപ്പിച്ചാൽ ആ പ്രദേശത്തെ ജനങ്ങളുടെ അവസ്ഥയാണ് ഞാൻ ചിന്തിക്കുന്നത്. ഏതായാലും അവർ പറഞ്ഞ വിവരക്കേട് എന്താണെന്ന് പരിശോധിക്കാം. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി സുഭാഷ് ചന്ദ്രബോസ് ആണെന്നാണ് അവർ പറഞ്ഞു വച്ചിരിക്കുന്നത്. നമുക്കറിയാം, 1943 ഒക്ടോബർ മാസം 21 സുഭാഷ് ചന്ദ്രബോസിൻ്റെ നേതൃത്വത്തിൽ INA ഒരു ഗവൺമെൻറ് രൂപീകൃതമായി. AC ചാറ്റർജി ഫിനാൻസ് മന്ത്രിയായിട്ടും SA അയ്യർ പബ്ലിസിറ്റി മന്ത്രിയായിട്ടും ലക്ഷ്മി സ്വാമിനാഥൻ വനിതാകാര്യ മന്ത്രിയുമായി രൂപീകരിക്കപ്പെട്ട ഗവൺമെൻറ്. ആ ഗവൺമെൻറ്റിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. സ്വന്തമായി ഒരു ടെറിറ്ററി ഇല്ലായിരുന്നു. കാരണം കൃത്യമായൊരു ഭൂപ്രദേശം ആ ഗവൺമെൻറ്റിന് വിട്ടുകൊടുക്കാൻ ജപ്പാൻ ഒരിക്കലും തയ്യാറായിട്ടില്ല. ജർമ്മനിയും അതിന് തയ്യാറായിട്ടില്ല. ആകെക്കൂടെ അവസാനം ലഭിച്ച ആൻഡമാൻ നിക്കോബാർ ദ്വീപസമൂഹങ്ങൾ പോലും ജപ്പാൻ്റെ സമ്പൂർണ്ണമായ അധികാരത്തിന് കീഴിലായിരുന്നു. അതുകൊണ്ട് തന്നെ സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഒരു ഗവൺമെൻറ്റിനെ ഇന്ത്യയുടെ ആദ്യത്തെ ഗവൺമെൻറ് എന്ന് പറയാൻ സാധിക്കില്ല. അത് ദലൈലാമയൊക്കെ ടിബറ്റിൻ്റെ ഭരണകൂടം തങ്ങളാണെന്ന് ധർമ്മശാലയിൽ ഇരുന്ന് പറയുന്നത് പോലെയുള്ള ഒരു ഗവൺമെൻറ് മാത്രമായിരുന്നു INA ഗവൺമെൻറ്. അങ്ങനെ പരിഗണിക്കുമ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ ഗവൺമെൻറ്, അതിനും 28 വർഷം മുമ്പ് 1915 ഡിസംബർ മാസത്തിൽ മറ്റൊരു ഗവൺമെൻറ് ഉണ്ടായിരുന്നു. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് കമ്മിറ്റി എന്ന പേരിൽ അവർ രൂപീകരിച്ച ഗവൺമെൻറ്റിൻ്റെ പ്രസിഡൻറ്റ് രാജാ മഹേന്ദ്ര പ്രതാപും പ്രധാനമന്ത്രി മൗലാന ബർക്കത്തുള്ളയുമായിരുന്നു. ഇവർ അമേരിക്കയിലെ കാലിഫോർണിയയിൽ വെച്ച് രൂപീകൃതമായി, അല്ലെങ്കിൽ കാലിഫോർണിയയിൽ വെച്ച് രൂപം കൊടുത്ത ആശയം അത് കാബൂളിൽ, അതായത് അഫ്ഗാനിസ്ഥാനിലെ കാബൂളിൽ വന്നുകൊണ്ടാണ് യാഥാർത്ഥ്യമാക്കുന്നതും ഇന്ത്യയുടെ ഒരു ഗവൺമെൻറ് വിദേശ രാജ്യത്ത് വെച്ച്, അതായത് കാബൂളിൽ വെച്ചുകൊണ്ട് രൂപം കൊടുക്കുന്നതും. അത് ഒരു പരിധി വരെ ജർമ്മനിയുടെ കൈസർ അടക്കമുള്ള ആളുകൾ ഇതിന് പിന്തുണ കൊടുത്തിരുന്നു, അതിനെ എല്ലാ സംരക്ഷണവും കൊടുത്തിരുന്നു. പക്ഷേ ഒന്നാം ലോകമഹായുദ്ധത്തിൽ ജർമ്മനി പരാജയപ്പെട്ടതോടുകൂടി ആ ആശയം കെട്ടടങ്ങുകയും അതിൽ നിന്ന് അവർ പിന്മാറുകയും ചെയ്തു. അപ്പോൾ ഇന്ത്യയുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ആദ്യത്തെ പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ അത് മൗലാന ബർക്കത്തുള്ള എന്ന് പറയേണ്ടി വരും. അതല്ല, സ്വതന്ത്ര ഇന്ത്യയുടെ യഥാർത്ഥ പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ അത് ജവഹർലാൽ നെഹ്റുവാണ്. അപ്പോൾ ജവഹർലാൽ നെഹ്റുവിനും ബർക്കത്തുള്ളയ്ക്കും ഇടയ്ക്കുള്ള സുഭാഷ് ചന്ദ്രബോസിനെ ആദ്യത്തെ പ്രധാനമന്ത്രിയെന്ന് ഒരു സംഗിണിയായ കങ്കണ പറയാൻ കാരണം, ജവഹർലാൽ നെഹ്റു ഒരു മതേതര സോഷ്യലിസ്റ്റ് ചിന്താഗതിക്കാരനായി അദ്ദേഹം ഇന്ത്യയുടെ മതേതര സോഷ്യലിസ്റ്റ് ചിന്താഗതി രൂപപ്പെടുത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചതുകൊണ്ട് അദ്ദേഹത്തെ ചെറുതാക്കാനാവുന്നത് പോലെ ശ്രമിക്കുക എന്നുള്ളത് സംഘപരിവാറിൻ്റെ താല്പര്യമാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ചെറുതാക്കി ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയായിരുന്ന സർദാർ വല്ലഭായ് പട്ടേലിനെ വലുതാക്കാൻ ശ്രമിക്കുന്നു. നെഹ്റുവിനെ ചെറുതാക്കി സുഭാഷ് ചന്ദ്രബോസിനെ വലുതാക്കാൻ ശ്രമിക്കുന്നു. നെഹ്റുവിനെ ചെറുതാക്കി രാജേന്ദ്ര പ്രസാദിനെ വലുതാക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ പലതും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നെഹ്റു ചെയ്ത പ്രവർത്തനങ്ങളാണ് ഇവർക്കൊക്കെ തന്നെ വലിയ കണ്ണിലെ കരടായിട്ട് ഇവർ കാണുന്നത്. അത് തിരിച്ചറിയാനും ഇത്തരത്തിലുള്ള സംഘപരിവാറിൻ്റെയും ഇത്തരം സംഗിണിമാരുടെയും വിഡ്ഢിത്തങ്ങളെക്കുറിച്ച് ചരിത്രപരമായ അറിവില്ലായ്മയും അജ്ഞതയും തിരിച്ചറിയാൻ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് സാധിക്കുമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നന്ദി, നമസ്കാരം.